നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളം. ഇന്ന് അത്തം, ഓണം വരവറിയിക്കുന്ന ആ മനോഹരമായ ദിവസം. അത്തം എത്തുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷം നിറയും. പൂക്കളത്തിൻ്റെ നിറങ്ങളും ഓണക്കോടിയുടെ പുതുമയും വീടുകളിലെ തിരക്കുകളും പണ്ടത്തെ ഓണക്കാല ഓർമ്മകളുമൊക്കെ പതിയെ മനസ്സിലേക്ക് കടന്നു വരും. അത്തം മുതൽ തുടങ്ങുന്ന ആ 10 ദിവസത്തെ കാത്തിരിപ്പിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. പൂക്കൾ തേടി നടന്നിരുന്ന രാവിലെകളും കൂട്ടുകാരുമൊത്തുള്ള കളികളും വീട്ടിലെ ഓണത്തിരക്കുകളും ഒക്കെ. ഓണം വരുമ്പോൾ ഇതൊക്കെ വീണ്ടും ഓർമ്മകളിൽ പൂത്തുലയും. ചില ആഘോഷങ്ങൾക്ക് ഒരിക്കലും പ്രായമാകില്ലല്ലോ. ഓണം അതിലൊന്നാണ്. പൂക്കളത്തിൻ്റെ നിറങ്ങളും ഓർമ്മകളുടെ ഗന്ധവും ഓണത്തിൻ്റെ സന്തോഷവും നിറഞ്ഞൊരു മനോഹരമായ കാലത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. സ്നേഹവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. അത്തം നമ്മളെ മറ്റൊരു മനോഹരമായ കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുമ. ഒരു പൂവ് കൊണ്ട് ഒരു വലിയ പൂക്കളം നമുക്ക് തീർക്കാനാകില്ല. പക്ഷേ പല നിറങ്ങളിലുള്ള പല തരത്തിലുള്ള പൂക്കൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ആ പൂക്കളം കൂടുതൽ മനോഹരമാകുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യരും. വ്യത്യാസങ്ങൾക്കിടയിലും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ജീവിതത്തിന് അതിൻ്റെ യഥാർത്ഥ ഭംഗി വരുന്നത്. അതാണ് അത്തവും ഓണവും നമ്മളോട് പറയുന്ന ഏറ്റവും മനോഹരമായ സന്ദേശങ്ങളിലൊന്ന്. ഒരുമിച്ച് നിൽക്കുമ്പോൾ സന്തോഷത്തിനും സൗന്ദര്യത്തിനും ഒക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. ഓണം എന്നത് പൂക്കളവും സദ്യയും ആഘോഷങ്ങളും മാത്രമല്ല, ഒരുമിച്ച് ചിരിക്കാനും പങ്കുവെക്കാനും സ്നേഹിക്കാനും കുറച്ചു നേരമെങ്കിലും തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മളിലുള്ള നന്മയെ ഓർക്കാനുമുള്ള ഒരു കാലം കൂടിയാണ്. അത്തം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് പൂക്കളവും ഓണത്തിന് ആഘോഷങ്ങളുമൊക്കെയാണ്. പക്ഷേ അത്തത്തിന് അതിനേക്കാൾ മനോഹരമായ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്: കാത്തിരിപ്പിൻ്റെ സന്തോഷം. തിരുവോണം ഇനിയും ദിവസങ്ങൾ അകലെയാണെങ്കിലും അത്തം എത്തുന്നതോടെ ഓണം നമ്മളോട് അടുത്തതായിട്ട് നമുക്ക് തോന്നും. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ആ ആഘോഷത്തിനായുള്ള ആവേശവും കൂടും. ചില സന്തോഷങ്ങൾ പെട്ടെന്ന് കിട്ടുന്നതിലല്ല, അത് വരുന്നത് വരെയുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ഏറ്റവും നമുക്ക് സന്തോഷം കിട്ടുക. അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പാണ് ഏറ്റവും മനോഹരം അല്ലേ. അത്തം അത്തരമൊരു കാത്തിരിപ്പിൻ്റെ തുടക്കമാണ്. പൂക്കളത്തിൻ്റെ നിറങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും ഒക്കെ വീടുകളിലെ ചെറിയ ചെറിയ ഒരുക്കങ്ങളിലൂടെയും ഒക്കെ ഓണം പതിയെ നമ്മളിലേക്ക് എത്തുന്ന സമയം. അത്തത്തിൻ്റെ മനോഹരമായ പുലരിയിൽ പുതിയ പ്രതീക്ഷകളോടെയും ഒരുപാട് നല്ല ഓർമ്മകളോടെയും നമുക്ക് ഈ ദിവസം തുടങ്ങാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ അത്തം ആശംസകൾ. നമ്മുടെ പ്രഭാതവും ഇന്നത്തെ പോലെ തന്നെ മനോഹരമാകട്ടെ. നിറങ്ങളും സന്തോഷങ്ങളും നല്ല മനുഷ്യരും നല്ല നിമിഷങ്ങളും ഒക്കെ കൊണ്ട് ഓണത്തിൻ്റെ വരവറിയിക്കുന്ന തൃപ്പൂണിത്തറ അത്തച്ചമയത്തിന് തുടക്കമാകാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. A Child's Gold Presents മ്യൂസി മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഓണത്തിന്റെ വരവറിയിക്കുന്ന തൃപ്പൂണിത്തറ അത്തച്ചമയത്തിന് തുടക്കം. ഇന്ന് അത്തം, 10ാം നാൾ പൊന്നോണം. തൃപ്പൂണിത്തറ രാജനഗരിയിൽ അത്തച്ചമയത്തിന് ഒരുക്കം പൂർണ്ണം. ആചാര ചടങ്ങുകളും ഘോഷയാത്രയും അല്പസമയത്തിനകം. അത്താഘോഷ ഉദ്ഘാടനം 9 മണിക്ക്. ഇക്കുറി അത്തം എത്തിയത് കർക്കിടകം കടക്കും മുൻപേ. ചിങ്ങപ്പുലരി നാളെ. ഓണമിങ്ങെത്തുമ്പോൾ സഞ്ചാരികളും ഗുണ്ടൽപേട്ടിലെത്തി. കിലോമീറ്ററുകളോളം ദൂരത്തിൽ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും. പൂപ്പാടങ്ങളിൽ സഞ്ചാരി പ്രവാഹം, പൂവിപണിയും സജീവം. പോലീസിൽ സ്ഥലം മാറ്റങ്ങൾ തുടരുന്നു. പക വീട്ടലെന്ന ആക്ഷേപം. പിണറായി കാലത്ത് റിംഗ് റൗണ്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് ആഴ്ചകൾക്കിടെ തട്ടുകിട്ടിയത് 3 തവണ. SI സജി പാഞ്ഞത് ജോൺ ചെങ്ങന്നൂർ. വിയ്യപുരം വഴി അമ്പലപ്പുഴയിൽ. മാറ്റം സ്വാഭാവികമെന്ന ആഭ്യന്തര വകുപ്പ്. കണ്ണൂരിൽ ഗൂഗിൾ പേ ഇല്ലാത്തതിന് ബസ് കണ്ടക്ടറുടെ മൂക്കിടിച്ച് തകർത്ത യാത്രക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് പാനൂരുകാരൻ രമീഷ്.
ലഹരിപ്പുറത്തുനിന്ന് പോലീസ് ഗുണ്ടായിസം കൂത്തുപറമ്പ് പാനൂർ റൂട്ടിലെ സൺസ്റ്റാർ ബസിൽ. മൂക്കിന്റെ എല്ല് പൊട്ടിയ കണ്ടക്ടർ രാഘവൻ തലശ്ശേരി ആശുപത്രിയിൽ. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടൽ മൂലം കോഴിക്കോട്ട് ഒഴിവായത് വൻ അഗ്നിബാധ. ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത് സൗത്ത് ബീച്ചിൽ. അപായ സാധ്യത കൂട്ടിയത് തൊട്ടടുത്തുണ്ടായിരുന്ന പെട്രോൾ പമ്പ്. തീപിടിച്ചത് ആക്രി മാലിന്യങ്ങൾക്ക്, കാരണം വ്യക്തമല്ല. ശ്രീലങ്കയ്ക്കെതിരായ ഗാലെ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ്. മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറി. ക്രീസിൽ ഒപ്പം ഋഷഭ് പന്ത്. പരിക്കേറ്റ് KL രാഹുൽ ക്രീസ് വിട്ടു. ഗുരുതരമല്ലെന്ന് റിപ്പോർട്ട്. അത്തം 10-ന് പൊന്നോണം. കള്ളക്കർക്കിടകം താണ്ടി സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തിലേക്ക് നമ്മൾ കടക്കുകയാണിന്ന്. സമൃദ്ധിയുടെ പൂവിളിയുമായി ഇന്ന് അത്തം തുടങ്ങുകയാണ്. മലയാളത്തിന് ഇനി ഓണക്കാലമാണ്. അത്തം നഗറിൽ ഇന്ന് അത്തം പതാക ഉയർത്തുന്നതോടെയാണ് മലയാളിയുടെ പൊന്നോണക്കാലത്തിന് തുടക്കമാകുന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ രാവിലെ 9 മണിക്ക് അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി നവമിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നവമി, ഇന്ന് അത്തമാണ്. തൃപ്പൂണിത്തുറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്രകൾ ആരംഭിക്കുകയാണ്. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? എന്തായാലും തൃപ്പൂണിത്തുറ അത്തച്ചമയത്തോടു കൂടിയാണ് നമ്മുടെ മലയാളികൾ, കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ എന്ന് തന്നെ പറയാം, ഔദ്യോഗികമായി ഓണ ആഘോഷത്തിന് തുടക്കമാകുന്നത് ഈ ഒരു ദിവസത്തോടു കൂടിയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. സജ്ജീകരണങ്ങളെല്ലാം അതിന്റെ അവസാന വട്ടത്തിലാണ്, ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന വട്ടത്തിലാണ്. കൃത്യം 9 മണിക്ക് തന്നെ മുഖ്യമന്ത്രി VD സതീശൻ അത്ത നഗറിൽ ഔദ്യോഗികമായി ഈ അത്തച്ചമയത്തിന് ഉദ്ഘാടനം ചെയ്യും. അതോടുകൂടിയാണ് നമ്മൾ മലയാളികൾ ഇനി 10 ദിവസം, സാധാരണ അത്തം 10 പൊന്നോണം എന്നാണ്, പക്ഷെ ഇത്തവണ 11ാമത്തെ ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കൂടി എക്സ്ട്രാ നമ്മൾ ഓണം ആഘോഷിക്കാൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മുടെ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഓട്ടപ്പാച്ചിലിന്റെയും ഒക്കെ ദിനങ്ങൾ തന്നെയാണ്. അങ്ങനെ ഓണം ആഘോഷിക്കുവാനായി മലയാളികൾ തയ്യാറായി കഴിഞ്ഞു, ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളിത് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ തെയ്യത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ് കലാകാരന്മാർ. എല്ലാ വർഷവും നമുക്കറിയാം, എല്ലാ വർഷവും അത്തച്ചമയത്തിന് ജില്ലയിലെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നും, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്നും ഇവിടേക്ക് വരുന്ന കലാകാരന്മാരാണ്. അവർക്ക് ഇന്നത്തെ ഒരു ദിവസം അത് ഇവിടെ എത്തിയില്ലെങ്കിൽ ഈ ഓണത്തിന്റെ ഒരു പൂർണ്ണതയിൽ എത്തില്ല എന്നാണ് ഇവർ സ്വാഭാവികമായും ഒക്കെ നമ്മളോട് പറയുന്നത്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, എവിടെന്നാ വരുന്നത്? ഞങ്ങള് ചെമ്പ് വൈക്കം. എല്ലാ വർഷവും ഇവിടെ സ്ഥിര സാന്നിധ്യം എല്ലാ വർഷവും. ഈ വർഷമാണ് ഞങ്ങളിപ്പോ ഇതിനു മുമ്പ് 4 വർഷം മുമ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കി മൊത്തം ഞങ്ങൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബോംബെ ഒക്കെയാണ് പ്രോഗ്രാംസ് ഈ സമയത്ത്. അപ്പൊ ഉറപ്പായിട്ട് ഇവിടെ മിസ് ചെയ്യുമായിരുന്നല്ലോ അല്ലെ അത്തച്ചമയം കാണുമ്പോൾ? ഇപ്പൊ ഞങ്ങളൊരു 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വർഷം ഗണേശ ഫെസ്റ്റിവലിൽ സെപ്റ്റംബർ 15 മുതലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ അത്തച്ചമയത്തിന് പങ്കെടുക്കാൻ പറ്റിയത്. അതൊരു ഭാഗ്യമായി കാണുന്നു. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു ഇന്നാണ് നമുക്ക് ഔദ്യോഗികമായി ഓണത്തിന് തന്നെ ഒരു തുടക്കമാവുന്നത്? അതെ 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 അതെ. എന്തൊക്കെയാണ് ഇന്ന്? തെയ്യമാണ് അല്ലെ? തെയ്യമാണ്. വീരഭദ്ര തെയ്യം കലാസമിതി എന്ന് പറഞ്ഞ വൈക്കത്തുനിന്ന് വന്നൊരു സമിതിയാണ്. ഞങ്ങളുടെ കയ്യിൽ ഇന്ന് 10 വേഷമാണ് ഇവിടെ കളിക്കുന്നത്. ഒന്ന് വരാഹി ബോർഡും ഒന്ന് ആദിയോഗി. ഇത് വരാഹി എന്ന് പറഞ്ഞ പുതിയൊരു ബോർഡാണിത് ഞങ്ങളുടെ ഈ സെറ്റ് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ എപ്പോ എത്തി ഇവിടെ? ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയായിരുന്നു. കാര്യം ഇതെല്ലാം സെറ്റ് ചെയ്യണ്ടേ, അതിന്റെ പേരിൽ. അപ്പൊ മേക്കപ്പ് ഒക്കെ എപ്പോ സ്റ്റാർട്ട് ചെയ്തു? മേക്കപ്പ് ഒക്കെ വെളുപ്പിന് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതെ, ഇത് മേക്കപ്പ് മാനാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങളിവിടെ ഏകദേശം ഒരു 16 പേരോളം ഉണ്ട്. ഇവിടെ ഓരോരുത്തർ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കൃഷ്ണനാണോ? അതെ, കൃഷ്ണൻ. വൈറ്റ്പീലി കണ്ടപ്പോ മനസ്സിലായി. കൃഷ്ണന്റെ പേരെന്താ? ആരോമലി. ആരോമൽ. ഇത് എത്ര വർഷമായി ഇത് വേഷം കെട്ടുന്നു? വേഷം ചെയ്യുന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഈ പ്രോഗ്രാം ആദ്യമായിട്ട്. എങ്ങനെയാണ് അത്തച്ചമയത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ അല്ലെ? തൃപ്പൂണിത്തുറ കേട്ടിട്ടുണ്ട്. അപ്പൊ
വരാനൊക്കെ ഒത്തിരി ആഗ്രഹമായിരുന്നു. ഉണ്ടായിരുന്നു. പരിപാടി വന്നപ്പോ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ പേരും വന്ന് പിന്നെ ഇങ്ങോട്ട് പോന്നു. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? കുഴപ്പമില്ല, അടിപൊളി. അപ്പൊ ഇനിയും കൂടുതൽ വർണ്ണാഭമായ കാഴ്ചകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഇരിക്കുകയാണോ, നടക്കാണ്? അല്ല, ഞാൻ ഇരിക്കുക ഇപ്പൊ ഇരിക്കുകയാണ്. അങ്ങോട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ വെയിറ്റ് അല്ലേ, ഇത്ര നേരം നടക്കുക. കുറെ നേരം കഴിയുമ്പോ ബുദ്ധിമുട്ടുണ്ടാവോ? 65 കിലോ ഉണ്ട്. കുറച്ചു നേരം കഴിയുമ്പോ വെയിറ്റ് ഒക്കെ കൊണ്ട് വേദനിക്കില്ലേ? അതിന് ഇതേപോലെ സ്റ്റൂൾ ഇട്ട് ഇച്ചിരി നേരം ഇരിക്കും, പിന്നെ നടക്കും. അങ്ങനെ ഇഷ്ടമാണ് ഇതിലേക്ക് വന്നത്. പിന്നെ അപ്പോ കൃഷ്ണന്റെ വേഷമാണ്. അങ്ങനെ തെയ്യത്തിന്റെ ഒരുക്കങ്ങളാണ്. പുലികളി നമ്മൾ ഒരിക്കലും മിസ്സാക്കില്ല. അത്തച്ചമയത്തിന് പുലികളി ഇല്ലാതെ എന്ത് ഓണം അല്ലെ? അപ്പോ പുലികളിക്ക് വേണ്ടിയിട്ടുള്ളവർ മറു സൈഡിൽ അവര് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും വരുന്ന ടീമുകളുണ്ട്, പുതുതായി വരുന്നവരുണ്ട്. ഇത്തവണയും വിപുലമായിട്ടുള്ള ഏകദേശം 60ഓളം കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുണ്ട്. 1200-ലധികം കലാകാരന്മാരുണ്ട്. ഒപ്പം കുട്ടികളുമുണ്ട്. കുട്ടികളും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ വിവിധ സന്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള ഒരുക്കങ്ങളും അല്ലെങ്കിൽ ഓരോ ഇതുമായിരിക്കും. ചേട്ടാ, എന്താ പേര്? സുരേന്ദ്രൻ. എവിടെയാ? തൃശ്ശൂരിൽ നിന്നാണോ? തൃശ്ശൂർ. പുലിക്കളി എന്ന് പറഞ്ഞാൽ നമുക്ക് തൃശ്ശൂരാണ് അല്ലേ? തൃശ്ശൂരാണ് മെയിൻ പരിപാടി. എത്ര വർഷമായി വരുന്നുണ്ട്? ഒരു 10 വർഷത്തോളായി. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ആദ്യമായിട്ട് വരുന്ന. ഇവിടെ ആദ്യമായിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയ? അടിപൊളിയല്ല, അടിപൊളിയാണ്. ഇവിടെ ഒരു ചേട്ടൻ പറയുന്നുണ്ട് അടിപൊളിയാണ്. ചേട്ടാ, 3 കൊല്ലായി പരിപാടി. ഇവിടെ 3 കൊല്ലായി. എങ്ങനെയുണ്ട് നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയ? എങ്ങനെയാണ്? ഞങ്ങൾ പൊളിച്ചു കൊടുക്കും. നിങ്ങളിലൂടെയാണ് നമ്മൾ ഓണം ഔദ്യോഗികമായിട്ട് അങ്ങ് ആഘോഷിച്ച് തുടങ്ങുന്നത്. ഞങ്ങൾ 3 കൊല്ലായി ഇവിടെ വേഷം കുഴപ്പമില്ലാണ്ട് അടിച്ചുകൊണ്ട്. ഇത്തവണ എന്തെങ്കിലും പ്രത്യേകത വെറൈറ്റി പുലി ഉണ്ട്? കാണിക്കില്ല, കുറച്ച് കാണിക്കുള്ളൂ. സമയമാകുമ്പോ കാണിക്കാം. ചേട്ടാ, ഇവിടെ ഒരു ചേട്ടാ എന്താ പേര്? സതീഷ്. ചേട്ടാ, എത്ര വർഷമായി? ഞാൻ 2ാം പ്രാവശ്യം. വെറൈറ്റി പുലി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതെ. ഇവിടെ അവര് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പെയിന്റ് അടിച്ച് അങ്ങനെ പുലിയെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നിരവധി കലാരൂപങ്ങളുണ്ട്, ചെണ്ടമേളങ്ങളുണ്ട്. ഓരോ ഭാഗത്തു നിന്നായി ഓരോരുത്തർ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അത്തനഗറിൽ നിന്നും ആരംഭിച്ച് വടക്കേക്കോട്ട വരെ ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട് ഈ അത്തച്ചമയ ഘോഷയാത്ര. പക്ഷേ ഈ 6 കിലോമീറ്റർ അവര് താണ്ടി വരുമ്പോഴേക്കും വൈകുന്നേരമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 9 മണിക്ക് ഇവിടെ നിന്ന് ആരംഭിച്ച് തിരിച്ച് ഈ വടക്കേക്കോട്ടയിൽ വന്ന് പിന്നീട് ഇത് അവസാനിക്കുമ്പോൾ ഏകദേശം വൈകുന്നേരമാവും. 2 വീതികളിലും ഈ നഗരവീതികളിൽ 2 ഇടങ്ങളിലായി നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് തിങ്ങിക്കൂടി എത്തുക. അത്രയേറെ തൃപ്പൂണിത്തുറക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് വലിയ ആഘോഷമായി തന്നെയാണ് അത്തച്ചമയം ഓരോ വർഷവും കൊള്ളുന്നത്. ഇത്തവണയും അത് തന്നെയാണ്. അങ്ങനെ നമ്മൾ മലയാളികൾ ഔദ്യോഗികമായി മറ്റൊരു ഓണത്തിന് കൂടി വരവേൽക്കുകയാണ്. ഓണത്തിനെ കൂടി വരവേൽക്കുകയാണ്. അല്ല, വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രത്യേകതയായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ്. മറ്റ് ദുഃഖങ്ങളെല്ലാം മാറ്റിവെച്ച് ആ ഒരു ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ തയ്യാറെടുപ്പുകളും തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, തൃശ്ശൂരിൽ നിന്ന് തന്നെ? തൃശ്ശൂർ തന്നെയാണ്. പേര്? രഘുനാഥ്. എത്ര വർഷമായി? ഞാൻ 30 വർഷമായിട്ട് തൃശ്ശൂർ പുലിക്കളിയിലുണ്ട്. ഇവിടെ 6 വർഷമായി വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് തൃശ്ശൂർ പുലിക്കളിയിൽ 1ാം സമ്മാനം അടിക്കുന്ന ടീമാണ് വിയൂർ യുവജന ടീം. യുവജനസംഘം. ആ ടീം തന്നെയാണ് ഇപ്പോൾ 4 വർഷമായിട്ട് അത്തച്ചമയത്തിലും വരുന്നത്. ഇത്തവണ ഫസ്റ്റ് ആയിട്ടേ പോകൂ? ഫസ്റ്റ് ആയിട്ടേ പോകുള്ളൂ. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ 21 പുലിയുണ്ട്. ഇന്നലെ എത്തി? ഇന്നലെ ഇല്ല, രാത്രി 2 മണിക്ക് എത്തി. 4 മണിക്ക് തന്നെ വേഷമിടൽ തുടങ്ങി, പെയിന്റിങ് തുടങ്ങി. ഇതിപ്പോൾ 2 കോട്ടായിട്ടുള്ളൂ. ഇനിയും ഇതിൽ ഫിനിഷിംഗ് വർക്ക് വേറെ കിടക്കുന്നുണ്ട്. മഴ ഉണ്ടാവുമെന്ന് പേടിയുണ്ടോ? ഇല്ല, പേടിയില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പല വർഷങ്ങളിലും രാവിലെ മഴ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ പരിപാടി തുടങ്ങുമ്പോൾ മഴ മാറി നിൽക്കാറുണ്ട്. കാരണം കേരളത്തിലത്തെ ഒരുവിധ എല്ലാ കലാകാരന്മാരും എത്തിച്ചേരുന്ന സമയം ഇതാണ്. അവരുടെയൊക്കെ മനസ്സിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മഴയൊക്കെ മാറി നിൽക്കും. അപ്പൊ എന്തായാലും മഴ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. കാരണം ഇവരൊക്കെ ഇത്രയും വേഷം കെട്ടി വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾക്കിതൊരു പരിസമാപ്തി ഉണ്ടാകണമല്ലോ. അങ്ങനെ മഴ ഉണ്ടാകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഇത്തവണയും വളരെ വെറൈറ്റി ആയിട്ടുള്ള കലാരൂപങ്ങളും വർണ്ണാഭമായ കാഴ്ചകളും ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചേട്ടാ, ഏതാണ്?
ഞാൻ കേളി നടനം പട്ടാമ്പി പാലക്കാട് നിന്ന് വരികയാണ്. പാലക്കാട് നിന്ന് ഏത് കലാരൂപ? ഇത് കഥകളിയിലെ മിനുക്ക്. ഇപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങള് 5 വേഷമുണ്ട്. 5 വേഷമുണ്ട്. 5 വേഷമുണ്ട്. നിങ്ങളുടെ കൂടെ ഉള്ളവരാണോ അവിടെ നിൽക്കുന്നത്? എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കും. റെഡി ആയിക്കൊണ്ടിരിക്കും. എത്ര വർഷമായി ഇവിടെ അത്തച്ചമയത്തിന്? ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഫസ്റ്റത്തെയാണ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? അടിപൊളിയാണ്. ഇത്രയും വേഷങ്ങൾ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അതാണ് നമ്മുടെ അത്തച്ചമയത്തിന്റെ പ്രത്യേകതയും അല്ലെ. ഒരുപാട് കലാരൂപങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്തച്ചമയം പറഞ്ഞപ്പോൾ. സാധാരണ ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു വേല പോലെ ആ ഒരു ഇതാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയും വേഷങ്ങൾ ആദ്യമായിട്ടാണ് ഒന്നിച്ച് കാണുന്നത്. അവിടെയാണ് നിങ്ങളുടെ ബാക്കി ടീംസ് അവിടെയാണല്ലേ? ഓക്കെ, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇവരുടെ ബാക്കി പാലക്കാട് നിന്നാണല്ലേ വരുന്നത്? പാലക്കാട് നിന്ന് വരുന്ന ഒരു കൂട്ടം കലാകാരന്മാരാണ്. അവര് ആദ്യമായിട്ട് വരുമ്പോൾ ഇത്രയേറെ കാഴ്ചകൾ ഒന്നിച്ചു കാണുന്നതിന്റെ ഒരു സന്തോഷം, കലാരൂപങ്ങൾ ഒന്നിക്കുന്നതിന്റെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം ചേട്ടൻ പറഞ്ഞ വിശേഷങ്ങളെല്ലാം. ഇത് കഥകളി തന്നെ കരി കൃഷ്ണവേഷം. നിങ്ങൾ എത്ര വർഷമായി ഇത് ഈ കലാരൂപം അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ 10-15 വർഷത്തോളമായി പോയി അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഇവിടെ അല്ലെ? നിങ്ങൾ ടീം ആദ്യമായിട്ടല്ലേ ഇവിടെ? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? അടിപൊളി, സൂപ്പർ. ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇനി വരും വർഷങ്ങളിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. അങ്ങനെ വിവിധ കലാരൂപങ്ങൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇത് വലിയൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും തൃപ്പൂണിത്തറ അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു. തൃപ്പൂണിത്തറ അത്തച്ചമയത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് നടൻ മനോജ് കെ ജയനാണ്. അങ്ങനെ വിവിധ കലാരൂപങ്ങൾ നമ്മുടെ നമ്മൾ മറന്നുപോയിരിക്കുന്ന വിവിധ കലാരൂപങ്ങളെല്ലാം ഒന്നിച്ച് കാണാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് മലയാളികൾ ഒന്നിച്ച് വീണ്ടും ഒരു ഓണം ആഘോഷിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് അത്തച്ചമയത്തിന്റെ മനോഹരമായ കാഴ്ചകളുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് നമ്മളുമായി ചേർന്നത്. ആജ്ഞ കൂടി നമ്മളോടൊപ്പം ചേർന്നുണ്ട്. ആജ്ഞ, ആദ്യമായി തന്നെ അത്തച്ചമയത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് ഔദ്യോഗികമായി ഓണക്കാലത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് അറിയാം. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ ആജ്ഞ? നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മനോഹരമായ വർണ്ണാഭമായ കാഴ്ചകൾക്കിടയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എന്തായാലും അത്തച്ചമയം എന്ന് പറയുമ്പോൾ തന്നെ മലയാളിയുടെ, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മലയാളിയുടെ ഔദ്യോഗിക ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കപ്പെടുകയാണ്. അത്തം മുതൽ 10 ദിവസമാണ്, സമൃദ്ധിയുടെ കാലഘട്ടമായിട്ടാണ് ഓണത്തെയും കണക്കാക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിലവിൽ തൃപ്പൂണിത്തുറയിൽ ഈ അത്തച്ചമയ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ, അതിനുള്ള നിരവധി പ്ലോട്ടുകളുടെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളുടെ ഇടയിലാണുള്ളത്. ഇവിടെ മിറർ ഡാൻസിന്റെ ആളുകൾ ഉണ്ട്. എന്താണ് ഇത്? ഇപ്പം ചമയമൊക്കെ ആയി വെച്ചിരിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തു നിന്നാണ് തോന്നുന്നു അല്ലേ? എന്താണ് ഇതില്? ജെൻസ് മാത്രമാണോ, സാധാരണ ആണുങ്ങൾ മാത്രമാണോ അത് ചെയ്യാറുള്ളത്? ജെൻസും ഉണ്ട്, ട്രാൻസ്ജെൻഡർ ചെയ്യാറുണ്ട്. എന്താണ് ഒരു കോൺസെപ്റ്റ്? എന്താണോ എന്നുള്ളത് എങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്? ഇപ്പോൾ ഞാൻ നവകേരള എന്ന് പറഞ്ഞ കലാസമിതി നടത്തുന്ന ആളാണ്. ഞാൻ തുടങ്ങിയിട്ട് 11 വർഷമായി. അപ്പോൾ ജെൻസും, അതായത് ഈ കലയോട് താല്പര്യമുള്ള എല്ലാവരെയും കൂട്ടിയിണക്കി ഒരു 50-50ഓളം പേരുള്ള ഒരു സമിതിയാണ് ഞാൻ ചെയ്യുന്നത്. 50 100ഓളം പേര് എന്നോടൊപ്പം ഉണ്ട്. അതിൽ ഫുൾ ടീം ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 15 വേഷമായിട്ടാണ് വന്നത്. അരയന്നം, മിറർ ഡാൻസ്, താമര, അങ്ങനെ 3 ഐറ്റമായിട്ടാണ് വന്നത്. ഞാനിവിടെ ആദ്യം. എത്ര വർഷമായെന്ന് പറഞ്ഞു? 11 വർഷമായിട്ട് ഞാൻ കലാസമിതി നടത്തുന്നുണ്ട്. എന്റെ പേര് പ്രലേഖ, സമിതിയുടെ പേര് നവകേരള. മേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? കഴിഞ്ഞു, മേക്കപ്പ് കഴിഞ്ഞു. സമയം എടുത്താ മതി. റെഡിയാ. ഓക്കെ. എന്തെങ്കിലും എന്താ പറയാ, ഫാസ്റ്റിങ്ങോ അങ്ങനെ ഉപവാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് ചെയ്യാൻ വേണ്ടിട്ട് സാധാരണ ചെയ്യാറുണ്ടോ? ഇല്ല, നമുക്ക് സന്തോഷം. നമ്മുടെ കേരളീയരുടെ ഓണമല്ലേ. അതിന് ഞാനിപ്പം 10 വർഷം. എന്താ പേരെന്താ? സന്തോഷ്.
ഇത് മിറർ ഡാൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അത് വിവിധ പ്ലോട്ടുകൾ തന്നെ, വിവിധ രൂപങ്ങൾ തന്നെ ഘോഷയാത്രയിൽ അണിനിരത്തുക തന്നെയാണ്. എന്തായാലും അതിന്റെ മേക്കപ്പുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്പം കഴിഞ്ഞിട്ട് ഇതുമായി സമയവുമായിട്ട് ഇവര് ഇതിലേക്ക് ഇറങ്ങും, ഘോഷയാത്രക്കിടയിലേക്ക് ഇറങ്ങും. എന്തായാലും സമത്വ സുന്ദര ലോകമെന്ന ചിരകാല സ്വപ്നം സാർത്ഥകമാക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളി ഓണം ആഘോഷിക്കുകയാണ്. അതിന്റെ ഔദ്യോഗിക ചടങ്ങുകളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്താഘോഷം എന്ന്, അത്തച്ചമയം എന്ന് പേരോടുകൂടിയിട്ട് അത്ത ആഘോഷത്തെ കേരളത്തിന്റെ ആദ്യത്തെ ഓണാഘോഷത്തിന്റെ തുടക്കമായിട്ട് കണക്കാക്കപ്പെടുന്നത്. വിവിധ പ്ലോട്ടുകൾ ഇവിടെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഗണപതി, മഹാദേവൻ, അതുപോലെ തന്നെ ഹനുമാൻ, അങ്ങനെ വിവിധ പ്ലോട്ടുകൾ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട നിരവധി കലാകാരന്മാരാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ട ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അണിയറയിൽ ഇവിടെ ഈ വശത്തായി നമുക്ക് തെയ്യത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ കലാകാരന്മാരൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോൾ അവരോട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും ഞാൻ അവരെ എത്തിക്കാം, നമ്മുടെ ലൈവിലെ എത്തിക്കാം. അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്നു എന്നാണ് അറിയിച്ചത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ തിരിച്ചെത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിരവധി പ്ലോട്ടുകൾ, നിരവധി കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ കലാരൂപങ്ങൾ, പടയണിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിവിധ നമുക്ക് കേരളത്തിൽ ഇങ്ങനെ എണ്ണിത്തീരാനാവാത്ത തരത്തിലുള്ള കലാരൂപങ്ങളുണ്ട്. ആശ്ചര്യകരമായിട്ടുള്ള ചമയക്കൂട്ടുകളും അല്ലെങ്കിൽ അരങ്ങിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കലാരൂപങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഒരു സമന്വയം എന്ന് വേണം പറയാൻ ഈ ഘോഷയാത്രയിൽ. അതിന്റെയൊക്കെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിലാണ് ഈ ഘോഷയാത്രയിലേക്ക് ഈ ഓരോരോ പ്ലോട്ടുകളെ അല്ലെങ്കിൽ ഓരോരോ കലാരൂപങ്ങളെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും നമുക്ക് മറ്റ് പുലികളിയുമായി ബന്ധപ്പെട്ടുള്ള ചമയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പാണ്, ഇത് ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. ഇത് നമുക്ക് നേരത്തെ തൃശ്ശൂരിൽ പുലികളിയുടെ ആയി ബന്ധപ്പെട്ടും ഇത് വലിയ ആഘോഷമാണ്. ഓണത്തിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആഘോഷമാണ് പുലിക്കളി. എന്തായാലും പുലിക്കളി കലാകാരൻ എവിടെ നിന്നാണ് ചേട്ടാ വരുന്നത്? തൃശ്ശൂരിലാണ്. തൃശ്ശൂർ പുലിക്കളി ചെയ്യുന്ന ആള് തന്നെയാണോ? അതെ. എന്താ പേരെന്താ? കലേഷ്. എത്ര വർഷമായി? 10 വർഷമായി. അത്തച്ചമയത്തിന് എല്ലാ വർഷം വരാറുണ്ടോ? 3 വർഷമായിട്ട് വരാറുണ്ട്. 3 വർഷമായിട്ട് വരാറുണ്ട്. ചേട്ടാ, ഇത് നിങ്ങളുടെയാണ്, ശരിക്കും നിങ്ങളുടെ കലയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ എന്താ പറയുക ശരീരവും ഈ രൂപത്തിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ഇതിപ്പോ വരച്ചു തുടങ്ങിയപ്പോ ഒരു മണിക്കൂർ കഷ്ടിയായി തുടങ്ങി. കാരണം നമുക്ക് സമയത്തിന് കഴിയും വേണ്ടേ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരി നിങ്ങളുടെ നാട്ടുകാരനാട്ടോ, തൃശ്ശൂരുകാരനാണ്. എന്തോ വിയൂരാണ്. ഓക്കെ 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 ഓക്കെ. 2 വർഷമായിട്ട് ഞങ്ങൾക്കാണ് സമ്മാനം കിട്ടാറ് 4 നാളില്. 2 വർഷമായിട്ട് എന്തായാലും പ്രശാന്ത് മംഗലശ്ശേരിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. തൃശ്ശൂര് ആൾക്കാരെ തൃശ്ശൂരിന്ന് കേൾക്കുമ്പോൾ ചാടി വീഴും. ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാണ് കേട്ടോ, ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാന്ന് പറഞ്ഞിട്ട്. എന്തായാലും അത് തകൃതിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. തൃശ്ശൂരുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കുക, അവരോട് ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ഭയങ്കര സന്തോഷത്തോടെയാണ് പുള്ളി അത് ചെയ്യുന്നത്. ഇപ്പോഴും എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞത്. എന്തായാലും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ആളുകൾ ഇവിടെ ഒത്തുകൂടുന്നത്. അതൊരു എന്താ പറയണേ, ഒരു നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഐക്യത്തിന്റെയും ഒരു ആഘോഷത്തിന്റെയും ഒക്കെ തിമിർപ്പിലേക്ക് തുടങ്ങുന്ന ആദ്യ ചുവടാണ് അത്താഘോഷം എന്ന് പറയുന്നത്, അത്തച്ചമയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എല്ലാവരും വളരെ മനോഹരമായിട്ട് ഈ ആഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഇത്രയും അധികം എന്താ പറയുക കലാരൂപങ്ങളെ അണിനിരത്തിക്കൊണ്ട്, കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട്, ഇത്രയധികം അധ്വാനമുള്ള, ഇത്രയധികം ക്രിയേറ്റിവിറ്റിയുള്ള, അങ്ങനെ വേണം പറയാം, അത്രയും ഒരു വലിയ ഒരു പ്ലോട്ട്, വലിയ കലാരൂപത്തെ ഒരു ചെറിയ ഇടത്തേക്ക് കേരളത്തിന്റെ മുഴുവൻ കലാരൂപങ്ങളെ കൂടി അണിനിരത്തുന്ന, അല്ലെങ്കിൽ അതിന്റെ ഓരോരോ മോഡൽസിനെ അണിനിരത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഈ അത്തച്ചമയവുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്രയിൽ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ബാക്കിലായിട്ട് ഇവിടെയും വിവിധ കലാരൂപങ്ങൾ, പ്ലോട്ടുകൾക്കുള്ള സാധന സാമഗ്രികളും ഒക്കെ തയ്യാറായിട്ടുണ്ട്. അതിൽ അയ്യപ്പനുണ്ട്, അതാ ഹിമാലയം ആണ്, അതുപോലെ നാഗദൈവങ്ങളുണ്ട്, മറ്റ് കലാകാരന്മാർ ഇവിടെ അണിയറയിൽ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്, ചമയം നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ചേട്ടാ ഒരു സെക്കൻഡ്, ചേട്ടന്റെ പേരെന്താ?
സുബ്രഹ്മണ്യൻ. എവിടുന്നാ? ഇത് എത്ര സമയം എടുക്കും ഒരു ആള് തീരാൻ? ഒരു അരമണിക്കൂർ. എത്ര പേരാ ഉള്ളത്? 5 പേര്. 5 പേര്. രാവിലെ തുടങ്ങിയതാണ് അല്ലേ? ഇത് കഴിയാറായോ? അത് 10 പേര്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായി തന്നെയാണ് ഇതൊക്കെ അണിയിച്ചൊരുക്കുന്നത്. കലാകാരന്മാരുടെ മുഴുവൻ കലയുടെ, അത് ചിത്രകല ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഇനിയിപ്പോൾ അങ്ങോട്ട് ഘോഷയാത്ര തുടങ്ങിയ കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ, താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ്. അപ്പോൾ എല്ലാ കലകളുടെയും ഒരു സമന്വയമാണ് എന്ന് വേണം പറയാൻ. എന്തായാലും ലോകമെമ്പാടുമുള്ള മലയാളിക്ക് ഓണം എന്ന് പറയുമ്പോൾ വീട്ടിലേക്കുള്ള വരവാണ്, വീട്ടിലേക്ക് വരാനുള്ള ആഘോഷമാണ്. ഓണത്തിന് ഞാൻ നാട്ടിലേക്ക് വരും, അല്ലെങ്കിൽ ഓണത്തിന് ഞാൻ വീട്ടിലേക്ക് വരും, അതെല്ലാവരും ഒരു പ്രതീക്ഷയാണ്, ഒത്തുകൂടലിന്റെ പ്രതീക്ഷയാണ്, കൂട്ടായ്മയുടെ പ്രതീക്ഷയാണ്. അങ്ങനെ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിയുകയാണ്. ഇന്ന് അത്തം മുതൽ 10 നാൾ, ഇത്തവണ ഒരു നക്ഷത്രം 2 ദിവസം ഉള്ളതുകൊണ്ട് 11 നാളാണ് തിരുവോണം. ഈ വരുന്ന ഓഗസ്റ്റ് 26 തീയതി ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ 11ാമത്തെ ദിവസം തിരുവോണമാണ്. ആ ഒരു ഒരുക്കത്തിനേക്കുള്ള, ആ ഒരു കാത്തിരിപ്പിനേക്കുള്ള തുടക്കമാണ് അത്തച്ചമയം. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ട് കേരളത്തിന്റെ, മലയാളിയുടെ ഔദ്യോഗിക ആഘോഷങ്ങളുടെ തുടക്കമാണ് ഇവിടെ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും, മനോജ് കെ ജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും, അതുപോലെ തന്നെ മന്ത്രി അനൂപ് ജേക്കബും വേദിയിലുണ്ടാകും, മറ്റ് നഗരസഭാ പ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ടാകും. എന്തായാലും നാടൊന്നിച്ച് ഇപ്പോൾ എറണാകുളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും മുഴുവൻ മനസ്സും ഇവിടെ തൃപ്പൂണിത്തുറയിലാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് അണിയറയിലുള്ള ഒരുക്കങ്ങളാണ്. അതിപ്പോൾ ഏകദേശം ഒരു പൂർത്തിയാകാറായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും തൃപ്പൂണിത്തുറയിലെ അത്താഘോഷ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരുക്കങ്ങൾ. അല്പസമയത്തിനുള്ളിൽ ഇത് ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട റോഡിലേക്ക് ഇറക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളെ എത്തിയാം, കൂടുതൽ ആളുകളെ അവരുടെ സന്തോഷം. അതെ, ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന രീതിക്കുള്ള ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കലാരൂപങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ സൈഡിൽ നിന്നുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ എപ്പോഴും നമ്മൾ ഭയങ്കര ശ്രദ്ധ നേടുന്നതുമാണ്. ഇപ്പോൾ ഇത് അവിടെ തൃപ്പൂണിത്തുറയിൽ ഒരുപാട് കഥകളി, തെയ്യം, പുലികളി, ഇങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങൾക്ക് വേണ്ടി അവിടെ അണിയറയിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകളിലൂടെ ഈ വർഷത്തെ ഓണം നമ്മൾ ഔദ്യോഗികമായി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കി ഗുണ്ടൽപേട്ടിൽ പൂക്കാലമെത്തി. സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന പൂപ്പാടങ്ങളൊക്കെ കാണാൻ സഞ്ചാരികളുടെ പ്രവാഹമാണ്. പൂവിപ്പണി സജീവമാക്കാൻ ഗുണ്ടൽപേട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഗുണ്ടൽപേട്ടിന്റെ ഒരു പ്രത്യേകത, ഈ ഓണക്കാലത്ത് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക്, ഒരുപക്ഷെ കേരളത്തിൽ മൊത്തമുള്ള ജില്ലകളിലേക്ക് പൂക്കൾ കയറ്റി പോകുന്നത് ഈ ഒരു ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. കാരണം മറ്റ് തമിഴ്നാട്ടിലൊക്കെ പൂക്കൾ ഉണ്ടെങ്കിലും ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ പോകുന്നത്. അതിലൊരു പ്രത്യേകത, ഇവിടെ എല്ലാ തരത്തിലുള്ള പൂക്കളും ഇവിടെ, അല്ലെങ്കിൽ ഒരു പൂക്കൃഷി ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഈ പരന്ന് കിടക്കുന്ന ഈ പൂപ്പാടത്തിൽ നമുക്ക് കാണാം, ഇപ്പം നമ്മൾ കാണുന്നത് ചെണ്ടുമല്ലി പൂക്കളാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തേക്ക് പോയാൽ വിവിധ കളറിലുള്ള പലതരത്തിലുള്ള പൂക്കളും ഇവിടെയുണ്ട്. ഈ ഒരു ഓണക്കാലമാകുമ്പോൾ ഇവിടെ നിന്നും ടൺ കണക്കിന് പൂക്കളാണ് പല സ്ഥലങ്ങളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നത്. അതുമല്ല, ഇവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ മലയാളികളും ഒക്കെ ഈ ഒരു സമയത്ത് ഈ പൂക്കൃഷി ഇവിടെ പാട്ടത്തിനെടുത്ത് നടത്തുന്ന ഒരു വസ്തുതയുമുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഈ പൂപ്പാടം കാണുന്നതിന് തന്നെ നിരവധി ആളുകളാണ് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഒക്കെ ഇവിടെ എത്തുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇപ്പം തന്നെ നിരവധി സഞ്ചാരികൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൃഷി, അല്ലെങ്കിൽ ഇവിടെയുള്ള കർണാടകക്കാരും അതുപോലെ തന്നെ മലയാളികളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പം നമ്മോടൊപ്പം ഇതിന്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു പൂപ്പാടത്തിന്റെ ഒരു ഓണറുണ്ട്, നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ ഈ ഒരു പൂപ്പാടം എങ്ങനെയാണ്, ഇപ്പൊ ഇത് എത്ര വർഷമായി നിങ്ങൾ ഇത് കൃഷി ചെയ്യുന്നത്? ഇത് നമ്മളൊരു 30 കൊല്ലം ഇത് തുടങ്ങിയിട്ട്. 30 ഇത് എവിടേക്കൊക്കെയാണ് ഇത് കയറ്റി പോകുന്നത്? ഇത് പെയിന്റ് കമ്പനി കയറ്റി പോകും. പിന്നെ ഓണംക്ക് അയച്ചു കൊടുക്കും. ഓണംക്ക് 10 ദിവസം അയച്ചു കൊടുക്കും. പിന്നെ പെയിന്റ് കമ്പനിക്കാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഇത് പൂ വാങ്ങാൻ വരുന്നുണ്ട്. ഓണം ആ കാലം മാത്രം 10 ദിവസം ആണ് ആൾക്കാരൊക്കെ വന്നിട്ട് വാങ്ങി പോകുന്നത്. ഈ കൃഷി സീസണിലാണോ അതോ തുടർന്ന് പോകുന്നുണ്ടോ? ഇത്
ഈ സീസണിൽ മാത്രം വർഷത്തിൽ ഈ പലർക്കും അറിയാത്തതായിരിക്കും ഇപ്പൊ ഇത്തരത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളൊക്കെ എന്ന് പറയുന്നത് പെയിന്റിനാണ് കൂടുതൽ. പെയിന്റിനാണ് കൂടുതൽ, 90% പെയിന്റ്. അപ്പൊ ഈ പെയിന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഇത് അല്ലാത്ത സമയങ്ങളിൽ, സീസൺ അല്ലാത്ത സമയങ്ങളിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ സമയത്താണ് പെയിന്റിനുള്ളത് മാത്രമേ. അത് ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള പൂവിന്റെയാണ് കൃഷി? ഇത് മാത്രമേ പെയിന്റ് കമ്പനിക്ക് പോകും. അല്ല, നിങ്ങൾ കൃഷി ചെയ്യുന്ന പൂവ് ഏതൊക്കെയാണ്? ഇത് മാത്രം വാടാമല്ലി, പിന്നെ ഇതിൽ തന്നെ മഞ്ഞ കളർ ഉണ്ട്. അത് 3 കളർ മാത്രമേ ഇവിടെ ഐറ്റംസ് ചെയ്യുന്നത്. പിന്നെ നമ്മള് മറ്റു പൂക്കളൊക്കെ ഈ ഓണക്കാലത്ത് ചെയ്യുന്നതാണ്. റെഡ് കളറിലൊക്കെ കാണുന്ന പൂക്കൾ. പിന്നെ സൺഫ്ലവർ, അത് പിന്നെ എണ്ണക്കായിട്ട്. ഇപ്പൊ നമ്മൾ ഓണക്കാലം ആകുമ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇവിടുന്ന് പോകും. എല്ലാ ജില്ലക്കും പോകും. 10 കണക്കത്തിലൊക്കെ പോകുന്നുണ്ട്. ഗുണ്ടൽപേട്ടിൽ പൂത്തു നിൽക്കുന്ന ഈ പൂക്കൾ കാണാൻ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുമൊക്കെ നിരവധി ആളുകൾ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ആളുകൾ എത്തുന്നു. എന്തായാലും കുറച്ച് സഞ്ചാരികളുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. എല്ലാവരും പൂക്കൾ കാണാൻ എത്തിയതാണ് അല്ലേ? ചേട്ടാ, എവിടുന്നാ വരുന്നത്? ഞങ്ങള് കേരളം, കണ്ണൂർ ജില്ലയിലെ അതെ. ഓക്കെ, എല്ലാ വർഷവും വരാറുണ്ടോ അതോ? ഇപ്പൊ അങ്ങോട്ട് 2 വർഷമായിട്ട് വരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഇത്ര ദൂരത്തു നിന്നൊക്കെ വരാൻ? ഇതിനെപ്പറ്റി എല്ലാം വളരെ സന്തോഷമാണ്. ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ വളരെ മനസ്സിന് നല്ല സുഖമാണ്. എന്ത് പറയാ താത്ത, എങ്ങനെയാണ് ഈ ഒരു പൂക്കള് കാണുമ്പോ സന്തോഷം മാത്രം? മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. അപ്പം എല്ലാരും ഫാമിലി അടക്കം ഇത് കാണാനായിട്ട് വന്നതാണ്. കേരളം എന്ന് പറയുമ്പോ കുറച്ച് ദൂരമാണല്ലോ. ചേച്ചി എവിടുന്നാ വരുന്നേ? കണ്ണൂര്. കണ്ണൂരിന്റെ കാര്യമാണല്ലോ കൂടുതൽ വരുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടോ? എന്താ ചെയ്യുന്ന ചേച്ചി? കേരള ദിനേശ് ബീഡി തൊഴിലാളികളാണ് അല്ലെ എല്ലാവരും? ശരി, ഇതൊക്കെ സ്റ്റാഫുകളാണ്. അപ്പോ നിങ്ങൾ ഈ ഒരു പൂ കാണാനായിട്ട് വന്നതാണ് കണ്ണൂരിന്ന്? എന്താണ്, എല്ലാ വർഷവും വരാറുണ്ടോ? അതൊന്ന് ഒഴിവ് ദിവസം നോക്കി ആദ്യമായിട്ട് വരാണ്. എങ്ങനെയുണ്ട് മൊത്തത്തില്? അടിപൊളിയാണ് അല്ലെ? സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കി ഗുണ്ടിൽപേട്ടിൽ വീണ്ടും പൂക്കാലം. ഓണവിപണി സജീവമാക്കാൻ ഗുണ്ടിൽപേട്ടക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഗുണ്ടിൽപേട്ടയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. പോലീസിലെ പ്രതികാര സ്ഥലംമാറ്റം തുടരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ റിംഗ് റൗണ്ടിൽ ഉൾപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന് ആഴ്ചകളുടെ ഇടവേളയിൽ 3ാം തവണയും സ്ഥലം മാറ്റം കിട്ടി. SI സജി ജോണിന് ജൂണിൽ ആദ്യം പോസ്റ്റിംഗ് ലഭിച്ചത് ചെങ്ങന്നൂർ ട്രാഫിക് യൂണിറ്റിൽ, ഓഗസ്റ്റിൽ വിയ്യപുരത്ത്, അമ്പലപ്പുഴയിലേക്കും പിന്നീട് സ്ഥലം മാറ്റമുണ്ടായി. സ്വാഭാവിക നടപടിക്രമം മാത്രമെന്ന ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാൻ, പോലീസ് വിഭാഗത്തിൽ ഇപ്പോൾ ഈ അടിമുടി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം മാറ്റങ്ങളൊക്കെ ഒരു പ്രതികാരത്തിന്റെ ഭാഗമാണ് എന്നുള്ള വിവാദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഡാൻ കൂടുതൽ വിവരങ്ങൾ? കണ്ണൂരിലെ വിവാദ സ്ഥലംമാറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ റിംഗ് റൗണ്ടിൽ ഉണ്ടായിരുന്ന സജി ജോൺ എന്ന SIക്കെതിരെയും സമാനമായ തരത്തിൽ പ്രതികാര സ്ഥലംമാറ്റ നടപടി തുടരുന്നുവെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ജൂൺ 1 ചെങ്ങന്നൂർ ട്രാഫിക് സ്റ്റേഷനിൽ SI ആയിട്ടായിരുന്നു ആദ്യം സജി ജോണിന് പോസ്റ്റിംഗ് നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് 11 ചെങ്ങന്നൂർ ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് വിയ്യപുരം പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തിന് സ്ഥലമാറ്റം നൽകി. അത് കഴിഞ്ഞ് 4 ദിവസത്തെ മാത്രം ഇടവേളയിൽ 14-ാം തീയതി 11-ാം തീയതി വിയ്യപുരം പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലമാറ്റം നൽകുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം 14-ാം തീയതി വിയ്യപുരത്ത് നിന്ന് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഏറ്റവും ഒടുവിൽ സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഓർഡർ അടക്കം പുറത്തിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും വിയ്യപുരം പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്, അവിടുന്ന് റിലീവ് ചെയ്തിട്ടില്ല. എന്തായാലും ഇങ്ങനെ തുടർച്ചയായി ഏതാണ്ട് ഒരാഴ്ചക്കിടയിൽ ഒരു വ്യക്തിക്ക് തന്നെ 2 സ്ഥലം മാറ്റം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും അതോടൊപ്പം മറ്റ് സാഹചര്യങ്ങളും ഒക്കെ അറിയാം. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സജി ജോൺ ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥർ. ഇത് പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലംമാറ്റ നടപടികൾ തുടർച്ചയായി അസാധാരണ വിധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവരുടെ ആക്ഷേപം. പോലീസിന്റെ അസോസിയേഷൻ അടക്കം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന കാര്യവും ഉദ്യോഗസ്ഥർ തന്നെ മുമ്പോട്ട് വെക്കുന്നു. അതേസമയം സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരശേഖരണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സ്വാഭാവികമായ സ്ഥലംമാറ്റ നടപടികൾ മാത്രമാണ് നടക്കുന്നത് എന്ന പ്രതികരണമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ഇനിയും ഒരുപാട് വാർത്തകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഞാൻ തിരികെ എത്താം. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിൽ ഇനിയൊരു ചെറിയ ഇടവേള.
പീപ്പിൾ പ്രസൻസ് ന്യൂസി മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തൊട്ടു മുൻപ് നമ്മൾ കണ്ട വാർത്തയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത തന്നെയാണിത്. കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അസാധാരണ സ്ഥലമാറ്റത്തിൽ റിപ്പോർട്ട് തേടി DGP. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് ആണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 3 സ്ഥലം മാറ്റത്തിന്റെയും വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യം. ASI P ബിജുവിനാണ് അസാധാരണ സ്ഥലം മാറ്റമുണ്ടായത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സുമേഷ് മൊറാഴയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സുമേഷ്, ഇപ്പോൾ കണ്ണൂരിലും വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെ അസാധാരണമായ രീതിക്കുള്ള സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നതായി വിവാദങ്ങൾ പുറത്തു വരുന്നു. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ഒരു റിപ്പോർട്ട് നൽകണമെന്ന് DGP ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഈ 3 സ്ഥലമാറ്റത്തിന്റെയും വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞത്. അതായത് നമുക്കറിയാം, ഈ 1 മാസത്തിന്റെ അടിയിൽ 3 തവണയായിരുന്നു ഇദ്ദേഹത്തിന് ഈ സ്ഥലമാറ്റ ഉത്തരവിറങ്ങിയത്. ഇതിന്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് നൽകണം എന്നാണ് ഇന്നലെ DGP സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടത്. ഏതായാലും അതിന് മറുപടി നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അഴീക്കോട് സ്വദേശിയായിട്ടുള്ള ഈ P ബിജുവിന് ഈ ആദ്യ സ്ഥലമാറ്റ ഉത്തരവ് വരുന്നത് 2026 ജൂലൈ 3-നായിരുന്നു. ജോലി പ്രവേശിച്ച് 2 ആഴ്ച പിന്നിട്ടപ്പോഴാണ് വീണ്ടും ഇദ്ദേഹത്തിന് ഒരു സ്ഥലമാറ്റ ഉത്തരവ് ഇറങ്ങുന്നത്. പിന്നീട് ഈ മാസം തന്നെ 7-നും ഇത്തരമൊരു സ്ഥലമാറ്റ ഉത്തരവ് ഇറങ്ങുന്നു. ഈ ചക്രക്കല്ല് പോലീസ് സ്റ്റേഷനിലായിരുന്നു ആ ഒരു ഉത്തരവിന്റെ ഭാഗമായി ഇദ്ദേഹം ജോലി പ്രവേശിച്ചത്. തുടർന്ന് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഈ താമസ സ്ഥലത്ത് നിന്ന് 70 കിലോമീറ്റർ ദൂരെയുള്ള ന്യൂമാഹി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിക്കൊണ്ടാണ് പിന്നീടും ഒരു ഉത്തരവ് ഇറങ്ങിയത്. ഏതായാലും ഇതിന്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് DGP ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സുമേഷ് മൊറാഴയാണ് നമ്മളുമായി ചേർന്നത്. കണ്ണൂരിൽ ഗൂഗിൾ പേ ഇല്ലാത്തതിന് ബസ് കണ്ടക്ടറുടെ മൂക്കിടിച്ച് തകർത്ത യാത്രക്കാരൻ അറസ്റ്റിൽ. പാനൂർ വൈദ്യർ പീടികയിൽ തട്ടിൽപ്പാറ ഹൌസിൽ രമീഷാണ് അറസ്റ്റിലായത്. കൂത്തുപറമ്പ് പാനൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സൺസ്റ്റാർ ബസ്സിലെ കണ്ടക്ടർ തൃക്കണ്ണാപുരത്തെ വാഴവളപ്പിൽ രാഘവനാണ് മർദ്ദനമേറ്റത്. കൂത്തുപറമ്പിൽ നിന്നും പാനൂരിലേക്കുള്ള യാത്രക്കിടെ പൂക്കോട് വെച്ചായിരുന്നു സംഭവം. ഗൂഗിൾ പേ ഇല്ലെന്ന് പറഞ്ഞതിനായിരുന്നു മർദ്ദനമുണ്ടായത്. തടയാനെത്തിയ ബസ് ഡ്രൈവറെയും മറ്റ് യാത്രക്കാരെയും യുവാവ് ആക്രമിക്കുകയും ചെയ്തു. കൂത്തുപറമ്പ് പോലീസ് സ്ഥലത്തെത്തിയാണ് യുവാവിനെ പിടികൂടിയത്. ഇയാള് ലഹരി ഉപയോഗിച്ചതായുള്ള നിഗമനത്തിലും പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ മർദ്ദനത്തിൽ മൂക്കിന് പൊട്ടലേറ്റ രാഘവൻ തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സിനിമാ നിർമ്മാതാവ് ബാദുഷ തന്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ പറ്റിച്ചെന്ന ഗുരുതര ആരോപണവുമായി സഹനിർമ്മാതാവ് രോഷിത് ലാൽ രംഗത്തെത്തിയിരിക്കുകയാണ്. വോയിസ് ഓഫ് സത്യനാഥൻ സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലാണ് ആരോപണം. സിനിമ റിലീസ് ചെയ്ത 6 മാസത്തിനുള്ളിൽ തുക തിരികെ നൽകാമെന്നായിരുന്നു ധാരണയെന്നും 50 ലക്ഷത്തിന്റെ ചെക്ക് പല തവണ ചോദിച്ചതിന് ശേഷമാണ് നൽകിയതെന്നും എന്നാൽ ലഭിച്ച ചെക്ക് വണ്ടി ചെക്ക് ആയിരുന്നുവെന്നും രോഹിത് ലാൽ ആരോപിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായി അതിന്റെ പുറകെ താൻ നടന്നെന്നും ഇനി ആരെയും ബാദുഷ ചതിക്കരുത് എന്നതാണ് തന്റെ ആഗ്രഹമെന്നും രോഷിത് ന്യൂസ് 18 പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. താൻ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലോട് വന്നത്, അല്ലെങ്കിൽ താൻ വരൂല്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന കാശ് കണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ തന്നെ കാശ് തിരിച്ചുതരാം. അതിന് സമയം വേണം, അതിന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. റോഷ അങ്ങനെ ബുദ്ധിമുട്ടി ചെയ്യണ്ട. നമുക്ക് ആയിട്ടില്ലെങ്കിൽ ആയില്ല എന്നൊന്ന് തുറന്നു പറഞ്ഞാൽ മതി. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് നടത്തും. ഇത് റോഷ് ഇങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് ഷിനോയി പോയത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ് നടത്തി ഇതെല്ലാം ചെയ്തേനെ. കാര്യം ഇന്നലെ മുതൽ ആ ദിലീപേട്ടനെ ഞാൻ പോസ്റ്റും കൊടുത്ത് നിർത്തി വെക്കുവാണ്. അതുപോലെ 1-2 കേസുകൾ അത് ഷിനോയി ഏറ്റത് കൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റുപോയതാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇന്നലെ എന്നോട് അറിയിച്ചാൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ് നടത്തി അതെല്ലാം ക്ലിയർ ആയിരുന്നു. ഇത് വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതെ വരുമ്പോൾ അത് ഭയങ്കര മോശമായി പോകാറൊക്കെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, തന്നെ കാശ് കിട്ടുന്ന ആ നിയമപരമായിട്ട് എന്ത് വേണേലും മുമ്പോട്ട് കൊണ്ടുപോക്കോ. കിട്ടുമല്ലോ, എപ്പോഴാണെങ്കിലും കിട്ടുമല്ലോ. എനിക്ക് സാവകാശം കിട്ടും, അപ്പം ഞാൻ തരാം. കോഴിക്കോട് സൗത്ത് ബീച്ചിലെ പെട്രോൾ പമ്പിന് സമീപം വൻ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയോടെ പമ്പിനോട് ചേർന്നുള്ള ആക്രിക്കടയുടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഭാഗത്താണ് തീ പടർന്നു പിടിച്ചത്.
അഗ്നിരക്ഷാ സേനയുടെ സമയോചിതമായ ഇടപെടൽ മൂലം തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് തീ പടരാതെ വൻ ദുരന്തമാണ് ഒഴിവാക്കാനായത്. തീപിടുത്ത വിവരമറിഞ്ഞ് മീഞ്ചുന്ത അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും ഉടൻ തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അങ്ങനെയാണ് തീ പൂർണ്ണമായും അണയ്ക്കുന്നൊരു സാഹചര്യത്തിലോട്ട് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ് ദുരന്ത വ്യാപ്തി കുറച്ചത്. എന്താണ് തീ പടരാനുള്ള കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. വന്ദേമാതരം ആലാപന വിവാദത്തിൽ സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് BJP. സോണിയാഗാന്ധിക്കെതിരെ നിയമ നടപടിക്കും BJP ആലോചിക്കുന്നുണ്ട്. ഇന്നലെ നടന്ന ചടങ്ങിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നിഷികാന്ത് ദുബെ പുറത്തുവിട്ടു. പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ സോണിയാഗാന്ധി ലംഘിച്ചെന്ന് BJP നേതാവ് നിഷികാന്ത് ദുബെ ആരോപിച്ചു. വിവാദത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്തോനേഷ്യയിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. രാജ്യത്തുണ്ടാകുന്ന 2ാമത്തെ ശക്തമായ ഭൂകമ്പമാണിത്. ദ്വീപിന്റെ തലസ്ഥാനമായ മേദാനിൽ നിന്ന് 126 കിലോമീറ്റർ അകലെയുള്ള പെമതാങ്സിയാന്തവിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ശനിയാഴ്ച പുലർച്ചെ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂകമ്പത്തിലും തുടർ ചലനങ്ങളിലും പെട്ട് 47 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ. ഭൂചലനത്തിന് പിന്നാലെ രാജ്യത്ത് സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നന്ദന രാജനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നന്ദന, ഇന്തോനേഷ്യയിൽ ഒരു വൻ ഭൂചലനമാണ് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനൊക്കെ മുൻപ് 2004 ഇത്രത്തോളം വലിയ അല്ലെങ്കിൽ ഇതിലും വലിയൊരു ഭൂകമ്പവും ഇതുപോലെ ഉണ്ടായിരുന്നു. 9 വരുന്ന സ്കെയിലിലുള്ള അത്ര തീവ്രതയുള്ള ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഭൂചലനം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അതുപോലെ തന്നെ അതിന് സമാനമായ ഒരു ഭൂചലനമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? രക്ഷാപ്രവർത്തനം എത്രത്തോളം എത്തി നിൽക്കുന്നു? ഇനിയും ആളുകളെ കണ്ടുകിട്ടാനില്ലേ? സേറ, ഇന്തോനേഷ്യയിൽ ഇന്നലെ ഉണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ ഇന്തോനേഷ്യയിലെ ഫ്ലോറൻസ് ദ്വീപിന് സമീപമാണ് ഈ ഒരു വൻ ഭൂചലനം ഉണ്ടായത്. ഇന്തോനേഷ്യൻ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 47ഓളം ജീവനുകൾ ഈ ഒരു ഭൂചലനത്തിൽ നഷ്ടമായിട്ടുണ്ട്. ചൈനീസ് എർത്ത്ക്വേക്ക് നെറ്റ്വർക്ക് പുറത്തുവിടുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ ഇന്നലെ രാവിലെ 5:58 ഈ ഒരു ഭൂചലനം അനുഭവപ്പെടുന്നത്. 7.7 തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ ഈ ഒരു ഭൂചലനത്തിന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമിക്കടിയിൽ നിന്ന് 20ഓളം കിലോമീറ്റർ ആഴത്തിൽ നിന്നുമാണ് ഈ ഒരു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഫ്ലോറൻസ് ദ്വീപിലെ പല നഗരങ്ങളിലും വളരെ ശക്തമായ പ്രകമ്പനം തന്നെയാണ് അനുഭവപ്പെട്ടത്. പല വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്ന് ആളുകളൊക്കെ വീടുകളിൽ നിന്നും അതുപോലെ കെട്ടിടത്തിനുള്ളിൽ നിന്ന് ആളുകളൊക്കെ പുറത്തേക്ക് തെരുവിലേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യവും വളരെ അധികം പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യവും ഇന്നലെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങാനും അതുപോലെ അവർക്ക് പരിക്കേൽക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം 50ലധികം ആളുകൾക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയൊക്കെ ഒരു ആശുപത്രിയുടെ പുറത്ത് താൽക്കാലിക ബെഡുകൾ അല്ലെങ്കിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഉണ്ടാക്കി ചികിത്സിച്ചു പോരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത് പ്രകാരം 2000-ഓളം ആളുകളെ താൽക്കാലിക സുരക്ഷാ ക്യാമ്പുകളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച ഒരു സാഹചര്യവും നിലവിലുണ്ട്. നഗേക്യോ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായത് കാരണം വാർത്താവിനിമയ സംവിധാനങ്ങളും തകരാറിലായ ഒരു സാഹചര്യമാണ്. ഇങ്ങനെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായതുകൊണ്ട് തന്നെ അത് രക്ഷാപ്രവർത്തനത്തെ വളരെ പ്രതികൂലമായ രീതിയിലാണ് ബാധിക്കുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയറിലുള്ള ഈ ദ്വീപിൽ 3 സുനാമികൾ മുൻപുണ്ടായ
ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ സുനാമികൾക്കും ഭൂചലനങ്ങൾക്കും പേരുകേട്ട ഒരു നഗരം തന്നെയാണ് ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ. അവിടെയാണ് വീണ്ടും ഈ ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഇന്തോനേഷ്യയിൽ തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് 2004 സേറ സൂചിപ്പിച്ചതുപോലെ 9.5 തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് ഏറ്റവും വലിയ ഭൂചലനം. 7.7 ആണ് ഇതിൻ്റെ തീവ്രത. ഇപ്പോൾ എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 40-ന് മുകളിൽ ആളുകളുടെ ജീവൻ ഇപ്പോൾ നഷ്ടമായ ഒരു സാഹചര്യമുണ്ട്. ഇനിയും ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും ഒക്കെയുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സേറ. എന്തായാലും വളരെ വലിയൊരു ഭൂചലനം തന്നെയാണ് ഇന്തോനേഷ്യയെ കഴിഞ്ഞ ദിവസം പിടിച്ചുകുലുക്കിയത്. ശരി, നന്ദന സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഭയപ്പെടുത്തുന്ന രീതിക്കുള്ളൊരു ഭൂചലനമാണ് സംഭവിച്ചത്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദന, തുടരാം നമുക്ക്. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്ന് ഉണ്ടായ 2 ഇടങ്ങളിലെ പ്രകൃതി ദുരന്തങ്ങളിൽ 4 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിബാങ് വാലിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 5 സൈനികരെ കാണാതാവുകയും അപ്പർ സുബൻസിരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. പ്രതികൂല കാലാവസ്ഥ മറികടന്ന് 2 ഇടങ്ങളിലും തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ പുരോഗമിക്കുകയാണ്. 7 സൈനികരാണ് ഒഴുക്കിൽപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ബാക്കി 5 സൈനികർക്കായി തിരച്ചിൽ തുടരുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി നന്ദന തന്നെയാണ് നമ്മളോടൊപ്പം വീണ്ടും ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. നന്ദന, അരുണാചൽ പ്രദേശിൽ നിന്നും നമുക്ക് ഭീതി ജനിപ്പിക്കുന്ന പോലത്തെ വാർത്തകളാണ് വരുന്നത്. 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് തിരച്ചിൽ തുടരുന്നു. രക്ഷാപ്രവർത്തനം എത്രത്തോളം എത്തി നിൽക്കുന്നു? ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും സഹായ വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ടോ? സേറ, അരുണാചൽ പ്രദേശിൽ വെള്ളിയാഴ്ച മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത്. ഈ മഴയുടെ ഫലമായിട്ടാണ് 2 ഇടങ്ങളിൽ വൻ ദുരന്തങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അരുണാചലിലെ ദിബാങ് വാലിയിൽ മിന്നൽ പ്രളയവും അതുപോലെ അപ്പർ സുബിൻസിരിയയിൽ മണ്ണിടിച്ചിലുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദുരന്തത്തിൽ ഇതുവരെ 4 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 5 സൈനികരെ കാണാതാവുകയും ചെയ്തു. 7 സൈനികരെ കാണാതാവുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ 2 പേരെ രക്ഷപ്പെടുത്തുകയും ബാക്കി 5 പേർക്കുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ സുബൻസിരിയയിലെ ബയാച്ചിങ്ങിൽ ഒരു റോഡ് നിർമ്മാണം നടന്നിരുന്ന സ്ഥലത്താണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നത്. നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കൂടുതലായും നിർമ്മാണ തൊഴിലാളികളായിരുന്നു അപകടത്തിൽപ്പെട്ടത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് 4 നിർമ്മാണ തൊഴിലാളികൾ അവിടെ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. താജി റായ്, ബാബുർ അലി, മാർക്കോഷ് ബസ്മദാരി, താഡു ബാക്കി എന്നീ 4 നിർമ്മാണ തൊഴിലാളികളാണ് ദാരുണമായി ഇന്നലെ ഈ ഒരു മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇനി ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നാച്ചോ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേന, SDRF സംഘങ്ങൾ എന്നിവർ ഏകോപനം നടത്തിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇവർ ഇവിടെ സ്ഥലത്ത് ദുരന്തമുണ്ടായ അന്ന് തൊട്ട് തന്നെ ഇവർ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്തി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ദിബാങ് വാലിയിൽ ഉണ്ടായത് ഫ്ലാഷ് ഫ്ലഡ് അല്ലെങ്കിൽ മിന്നൽ പ്രളയമാണ്. ഈ മിന്നൽ പ്രളയത്തിൽ 2 സൈനിക ക്യാമ്പുകൾ പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം എത്രത്തോളം തീവ്രതയുള്ള ഒരു മിന്നൽ പ്രളയമാണ് അവിടെ ഉണ്ടായത് എന്ന്. ഈ ഒരു മിന്നൽ പ്രളയത്തിലാണ് 7 സൈനികരെ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ 2 സൈനികരെ രക്ഷപ്പെടുത്താനായി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ പോലും ബാക്കി 5 സൈനികരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്നലെ തൊട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹവിൽദാർ ഉപേന്ദർ, സൈനികരായ കുന്ദൻ, വിനോദ്, ആദിത്യ, സമുന്ദ എന്നീ 5 സൈനികരെയാണ് ഇനിയും കണ്ടുകിട്ടാനായിട്ടുള്ളത്. ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ജോയിന്റ് സെർച്ച് ഓപ്പറേഷനാണ് നടക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും SDRF സംഘവും അതുപോലെ കരസേനയും ദുരന്ത നിവാരണ സേനയും ഒരുമിച്ച് തന്നെയാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അരുണാചൽ പ്രദേശ് പോലീസ്, പാസിഘട്ടിൽ നിന്നുള്ള SDRF സംഘം അതുപോലെ തന്നെ സൈനികരെയാണ് കാണാതായിരിക്കുന്നത്. 5 സൈനികരെയാണ് ഇനിയും കണ്ടുകിട്ടാനുള്ളത്. അതുകൊണ്ട് തന്നെ സൈനികരും ഇവരോടൊപ്പമൊക്കെ ജോലി ചെയ്യുന്ന ബാക്കി ക്യാമ്പുകളിൽ. ശരി, നന്ദന രാജനാണ് നമ്മളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. ഇന്ത്യയിലെ പ്രമുഖ ഫാഷൻ റീറ്റെയിൽ ബ്രാൻഡുകളിൽ ഒന്നായ ട്രെൻഡ്സ് പ്രശസ്ത ഡിസൈനർ ബ്രാൻഡായ RK by ഋതു കുമാറുമായി സഹകരിച്ച് ഒരുക്കിയ പ്രത്യേക ഫെസ്റ്റീവ് കളക്ഷൻ അവതരിപ്പിച്ചു. ഓണം ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കേരളത്തിന്റെ പാരമ്പര്യ സൗന്ദര്യവും സമകാലിക ഫാഷൻ ട്രെൻഡുകളും ഒരുമിക്കുന്നതാണ് ഈ പ്രത്യേക കളക്ഷൻ. കൊച്ചിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിലായിരുന്നു ഫെസ്റ്റീവ് കളക്ഷന്റെ അവതരണം. ഡിസൈനർ ഫാഷന്റെ പ്രത്യേക അനുഭവം കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്
ഡിസൈനർ ബ്രാൻഡായ RK by ഋതുകുമാറുമായുള്ള ട്രെൻഡ്സിന്റെ സഹകരണം. കേരളത്തിന്റെ തനതായ ആഘോഷ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഐവറി, ഓഫ് വൈറ്റ്, ഗോൾഡ് എന്നീ ഓണത്തിന്റെ പരമ്പരാഗത നിറങ്ങളെ സമകാലിക ഫാഷൻ കാഴ്ചപ്പാടിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പുതിയ കളക്ഷൻ. സമ്പന്നമായ ഫാബ്രിക്കുകൾ, മനോഹരമായ ഗോൾഡ് എംബ്രോയിഡറി, സൂക്ഷ്മമായ അലങ്കാര പണികൾ, ആധുനിക സിലുവേറ്റുകൾ എന്നിവയാണ് കളക്ഷന്റെ പ്രധാന സവിശേഷതകൾ. പാരമ്പര്യത്തിന്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ ഫാഷൻ ബോധമുള്ള സ്ത്രീയുടെ വ്യക്തിത്വത്തിനും ശൈലിക്കും അനുയോജ്യമായ രീതിയിലാണ് കളക്ഷൻ ഒരുക്കിയിരിക്കുന്നത്. ഓണം പാരമ്പര്യത്തിൽ ആഴമായി വേരൂന്നിയ ആഘോഷമാണെങ്കിലും അതിനെ ആഘോഷിക്കുന്ന രീതികളും ഫാഷൻ കാഴ്ചപ്പാടുകളും കാലത്തിനനുസരിച്ച് മാറുകയാണെന്നും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഡിസൈനർ ലെഡ് ഫെസ്റ്റീവ് ഫാഷന്റെ അനുഭവം ലഭ്യമാക്കുക എന്നതാണ് ഈ സഹകരണത്തിന്റെ ലക്ഷ്യമെന്നും ട്രെൻഡ്സ് വക്താക്കൾ അറിയിച്ചു. Caught my attention, and I thought that was very different, very distinctive from the other shops and the other brands that I've seen, right? And the fun part about Trends is that you can walk into the store and you know that it's going to fit in your budget, and I love that feeling. ട്രെൻഡ്സ് ഇന്ത്യയിലെ പ്രമുഖ ഫാഷൻ റീറ്റെയിൽ ബ്രാൻഡുകളിലൊന്നും റിലയൻസ് റീറ്റെയിലിന്റെ ഭാഗവുമാണ്. രാജ്യത്തുടനീളം ശക്തമായ സാന്നിധ്യമുള്ള ട്രെൻഡ്സ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങൾ, ആക്സസറികൾ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ ഫാഷൻ ശ്രേണിയാണ് അവതരിപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറി മികവിൽ ശ്രീലങ്കയ്ക്കെതിരായ ഗാലെ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 131 റൺസുമായി ദേവദത്തും 27 റൺസുമായി ഋഷഭ് പന്തുമാണ് രണ്ടാം ദിവസം കളി തുടങ്ങാനിരിക്കെ ക്രീസിൽ. പ്രഭാത് ജയസൂര്യയാണ് ശ്രീലങ്കയ്ക്കായി ഇന്ത്യയുടെ ഏക വിക്കറ്റ് വീഴ്ത്തിയത്. ശുഭാൻ ഗിൽ 16 റൺസ് എടുത്ത് പുറത്തായി. 32 റൺസ് എടുത്ത് നിൽക്കെ യശ്വസി ജയ്സ്വാൾ റൺഔട്ടായി. 77 റൺസ് എടുത്ത് നിൽക്കെ പരിക്കേറ്റു ക്രീസ് വിട്ട KL രാഹുലിന്റെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കാം. ഞങ്ങളുടെ സഹപ്രവർത്തകയായ ന്യൂസ് 18 മലയാളത്തിലെ മൾട്ടിമീഡിയ പ്രൊഡ്യൂസർ മേഘ വിജയന്റെ പിറന്നാളാണിന്ന്. ഞങ്ങളുടെ എല്ലാവരുടെയും ന്യൂസ് 18 കുടുംബത്തിന്റെ മൊത്തമുള്ള ആശംസകൾ ഞാൻ നേരുകയാണ്. മോർണിംഗ് ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ ട്രീറ്റ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. വേഗം തന്നെ അങ്ങോട്ടേക്ക് വരാം. വെരി ഹാപ്പി ബർത്ത്ഡേ മേഘ. അത്തച്ചമയത്തിലാണ് നമ്മൾ മലയാളികൾ എല്ലാവരും നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നാളെയും കൃത്യം രാവിലെ 7 മണിക്ക് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും. ചിങ്ങത്തെ നമുക്ക് നാളെ ഒന്നിച്ച് വരവേൽക്കാം. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസി മോർണിംഗ് എന്നിവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് സെറാമിയ ഐസൻ സൈനിങ് ഓഫ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.